കൊച്ചിയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 62 ലക്ഷം രൂപ തട്ടി പ്രതി കരുവിലേപ്പടി സ്വദേശി സനമോൾ ഉൾപ്പെടെ 2 പേർ പിടിയിലായി. സ്ഥാപനത്തിൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നയാളാണ് പിടിയിലായ സനമോൾ. അവസാനം വലിയ എമൗണ്ടുകൾ വന്നു, ഷോട്ട് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബാക്കിൽ നിർത്തിയ ഒരാളെ കൊണ്ട് എഴുതിച്ചു തുടങ്ങി. ആ 4 ദിവസം നമ്മൾ എഴുതിച്ച് ആ 4 ദിവസം നമുക്ക് ഷോട്ട് വന്നിട്ടില്ല അവിടെ. അപ്പോൾ ഒരു ഡൗട്ട് വന്നു. പിന്നെ 2 ദിവസം ഞാൻ ഇയാളെ ബില്ലിങ്ങിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തി എഴുതിച്ചപ്പോഴും നമുക്ക് ഷോട്ട് വന്നില്ല. അപ്പോൾ ഇവളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ എടുത്ത് നോക്കി. ഇയാൾ ലീവുള്ള ദിവസങ്ങളിൽ നമുക്ക് ഷോട്ട് വരാറില്ല. അങ്ങനെയാണ് ഇത് ഇയാള് തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചത്. ഉടമസ്ഥരുടെ വിശ്വാസം നേടിയെടുത്ത് അതിന്റെ പേരിൽ കേവലം 8 മാസം കൊണ്ട് 62 ലക്ഷം രൂപയാണ് കൊച്ചിയിലെ തോപ്പുംപടിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അതിന്റെ ഉടമയുടെ വിശ്വസ്തയായ ഒരു ജോലിക്കാരെ അതേ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരും ചേർന്ന് അപഹരിച്ചത്. ഈ സ്ഥാപനത്തിന്റെ ഉടമകൾക്ക് മാനേജ്മെന്റിനും വലിയ രീതിയിൽ വിശ്വാസം ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും സനമോള് വേണം, പർച്ചേസിംഗിന് സനമോള് വേണം, ഓഡിറ്റിംഗിന് സനമോള് വേണം. അങ്ങനെ സനമോൾ ഇല്ലാതെ ഒരു ദിവസം പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഇത്ര ഈ പിക്ക് ആൻഡ് സേവ് എന്ന സൂപ്പർ മാർക്കറ്റ്. അത്തരത്തിൽ മാനേജ്മെന്റിന്റെ വലിയ വിശ്വാസം നേടിയെടുക്കാൻ സനമോൾക്ക് സാധിച്ചു. ആ വിശ്വാസം തന്നെയായിരുന്നു സനമോളുടെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ മറ. അതായത് ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നതോ, ഈ സൂപ്പർ മാർക്കറ്റിന് ഇവർ ജോലി കഴിഞ്ഞു പോകുന്ന അവസരത്തിലുണ്ടല്ലോ, ഈ അവസരത്തിൽ ചെറിയ ചെറിയ തുകകൾ എടുത്തിട്ട് ഒന്നെങ്കിൽ പാന്റിന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഷൂ ഉണ്ടല്ലോ, കാലിലിടുന്ന ഷൂ, അതിന്റെ അടിയിലൊക്കെയായിട്ട് ഇവര് അവിടുന്ന് കടത്തുന്ന പറഞ്ഞത്. ചെറിയ തുകകൾ എന്ന് പറയുന്നത് 5 or 10 അല്ല. ഈ കടത്തിക്കൊണ്ട് പോകുന്നത്, ഈ കട്ടുകൊണ്ട് പോകുന്ന 5 or 10 രൂപയല്ല, ഒരുപക്ഷെ 5000 ആയിരിക്കാം, അല്ലെങ്കിൽ 10000 ആയിരിക്കാം. ഇത്തരത്തിൽ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി വസ്ത്രങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ധരിച്ചിരുന്ന ഷൂവിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇത്രയും രൂപ കട്ടിട്ട് പോകുന്ന പറയുന്നത്. അങ്ങനെ ഈ കുട്ടി കോമ്പൗണ്ടൊക്കെ കടന്ന ശേഷം ഈ ക്യാഷ് എടുത്തിട്ട് കൂട്ടുപ്രതിയായ അഞ്ജു എന്ന ഇതേ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനല്ലോ ഇവന് കൈമാറുന്ന പറയുന്നത്. ഇങ്ങനെ ഏതാണ്ട് 1 വർഷത്തിനടുത്ത് ഈ കുട്ടി ഈ സ്ഥാപനത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോയത് 62 ലക്ഷം രൂപയോളാണ്. ആദ്യഘട്ടത്തിൽ, അതായത് ഈ കുട്ടി കളവ് ചെയ്യുന്ന ആദ്യ അവസരങ്ങൾ ക്യാഷറാണല്ലോ, അപ്പൊ ആദ്യ അവസരങ്ങളൊക്കെ ചെറിയ ചെറിയ തുകയാണ് പുറത്തു കൊണ്ടുപോയത്. ചെറിയ ചെറിയ തുക ആയതുകൊണ്ട് തന്നെ ഇതാരും മാത്രം ഗവനിച്ചില്ല. സാധാരണ ഇത്തരത്തിലൊക്കെ ക്ലോസിംഗിന്റെ സമയത്ത് ചെറിയ ചെറിയ ഷോട്ടൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലാണ് ആളുകൾ കണക്കാക്കിയത്. ഈ മോഷണത്തിൽ ത്രില്ല് കുടുങ്ങിയ ഈ കുട്ടി പിന്നീട് ചെറിയ തുകയിൽ നിന്ന് മാറി ആ തുകയുടെ വലുപ്പം കൂട്ടി 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 വരികയായിരുന്നു. അങ്ങനെ ഈ കുട്ടി കട്ടുകൊണ്ടുപോകുന്ന സംഖ്യ എന്ന് പറയുന്നത് അത് വലിയൊരു എമൗണ്ടായി. അങ്ങനെയൊക്കെയാണ് അപ്രതീക്ഷിതമായി ചില ഓഡിറ്റിംഗ് ഒക്കെ ഈ സൂപ്പർ മാർക്കറ്റിൽ വരുന്നത്. ആ സമയത്ത് ഉടമകൾക്ക് ഭയങ്കര സംശയം, ഇത്ര വലിയൊരു ഷോട്ടൊക്കെ ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ ഉണ്ടാവും. എന്തായാലും അവിടുത്തെ മാനേജ്മെന്റ് ഒരു കാര്യം തീരുമാനിച്ചു, ഒരു 4 ദിവസം നമ്മളൊന്ന് പരിശോധിക്കാം എത്തരത്തിലാണ് സാധനങ്ങൾ വിറ്റ് പോകുന്നത്, എത്രയാണ് കൗണ്ടറിലേക്ക് വരുന്ന പൈസ, എത്രയാണ് കൗണ്ടറിൽ നിന്ന് പുറത്തു പോകുന്ന പൈസ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നിരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സനമോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭയങ്കര നിരീക്ഷണത്തിലാണ്. 4 ദിവസം ഇവർ പൂർണ്ണമായി നിരീക്ഷിച്ചപ്പോൾ ഈ 4 ദിവസവും ആ സ്ഥാപനത്തിൽ യാതൊരു ഷോട്ടും ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് മാനേജ്മെന്റ് മറ്റൊരു കാര്യം തീരുമാനിച്ചത്. അപ്പോഴേക്കും മാനേജ്മെന്റിന് സനമോളുടെ കാര്യത്തിലൊക്കെ ചെറിയ സംശയം പോകുന്നുണ്ടോ. അപ്പൊ ആ അവസരത്തിൽ അവർ മറ്റൊരു കാര്യം തീരുമാനിച്ചു. എന്താ അറിയോ,